Good afternoon. Good afternoon, ma'am. Good afternoon. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലെ? പ്രയർ ആരാണ്? പ്രയർ ഞാനാണ് മാം, സൽമ. പൂവിലൂറുന്ന പുഞ്ചിരിയല്ലോ പുസ്തകം തരും ല്ലോ പാടും തുല്യമായി തരും ശക്തിയല്ലോ നല്ല ബുദ്ധിയായി എൻ്റെ മനസ്സിലും നല്ല വാണിയായി നാവിൻ തുമ്പിലും നല്ല നന്മയായി നിറഞ്ഞിരിക്കണമേ ഇന്നുമെന്നും നിറയും വെളിച്ചമേ എൻ കരളിൽ മുടിയിരിക്കണമേ. ഓക്കെ, then സൈൻ ഇൻ ആരാണ്? സൈൻ ഇൻ മിസ്സേ, ഞാനൊരു സ്റ്റോറി ജസ്റ്റ് പറയാം. ഓക്കെ. The ant and the dove. One day an ant fell into the river. Then a dove dropped a leaf and saved the ant. Another day a hunter was trying to kill the dove. The ant bit the hunter on his leg and saved the dove. They become good friends. Moral: a friend in need is a friend indeed. Thank you, ma'am. ഓക്കെ, then thought of the day. ഞാനാണ്. 1000 വട്ടം ഉറക്കെ വിളിച്ചു പറഞ്ഞാലും നമ്മളെ കുറിച്ച് നമ്മൾ പറയുന്ന സത്യത്തെക്കാൾ ഈ ലോകം വിശ്വസിക്കുന്നത് മറ്റുള്ളവർ പതുക്കെ പറയുന്ന കള്ളത്തരങ്ങളാണ്. APJ അബ്ദുൽ കലാം. ഓക്കെ, നമ്മൾ ഇന്നലെ എവിടം വരെയാണ് എടുത്തത്? ഡിഫൻസ് മെക്കാനിസം അല്ലേ എടുത്തോണ്ടിരുന്നത്? എവിടം വരെ എടുത്തിട്ടുണ്ടായിരുന്നു? നെഗറ്റീവ്സ് ആണോ? ഏതാണ്? റിപ്രഷൻ എടുക്കാനുണ്ട് അല്ലേ? സബ്ലിമേഷൻ വരെ എക്സാമ്പിൾ എഴുതിയായിരുന്നോ? ഐഡന്റിഫിക്കേഷനും സബ്സ്റ്റിറ്റ്യൂഷനും സബ്ലിമേഷനും എക്സാമ്പിൾ എഴുതിയവരുണ്ടോ? ഇന്നലെ പറഞ്ഞായിരുന്നു അല്ലേ? ഓക്കെ, ഒരു സെക്കൻഡേ. അപർണ മിസ് വന്നിട്ടുണ്ട്. മിസ് വരാൻ കുറച്ച് ലേറ്റ് ആയതുകൊണ്ടാണ് ഞാൻ കയറിയത് കേട്ടോ. ഓക്കെ, അപ്പൊ ഞാൻ പോവാണേ. അപർണ മിസ് ഇപ്പൊ കയറും കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. Good afternoon. Good afternoon. Good afternoon, ma'am.
ഓക്കെ, നമ്മള് ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത ടോപ്പിക് ഏതായിരുന്നു? അതുണ്ടോ? നീഡ്സ് മറ്റേ ചാപ്റ്റർ ആയിരുന്നു. ഏതാണ്? നീഡ്സ്. ഓക്കെ, നീഡ്സ് ആയിരുന്നു അല്ലെ. നീഡ്സില് ഷെയർ ചെയ്യാം. നീഡ്സ് നമ്മൾ എവിടെ വരെ ഡിസ്കസ് ചെയ്തു? സെമിനാർ കഴിഞ്ഞു. അത് ഫുള്ള് കഴിഞ്ഞു മിസ്സേ. സെമിനാർ ഫുള്ള് കഴിഞ്ഞാണ്. ദെൻ ഹൈറാർക്കി ഓഫ് നീഡ്സ് എക്സ്പ്ലെയിൻ ചെയ്തോ? അവിടെ മുതലല്ലേ സ്റ്റാർട്ട് ചെയ്യേണ്ടത്? ആ ചാപ്റ്റർ ശരിക്കും ഫുള്ള് കഴിഞ്ഞില്ല. 72 ആ പേജ് നമ്പർ വരെ മിസ് എടുത്തായിരുന്നു. 72 വരെ കംപ്ലീറ്റ് ചെയ്തു, ഫുൾ എക്സ്പ്ലെയിൻ ചെയ്തായിരുന്നു. ആ പറഞ്ഞിരുന്നു. വേറെ പാർട്ട് 2 ടീച്ചേഴ്സ് ആരെങ്കിലും പാർട്ട് 4 പാർട്ട് 3 ചാപ്റ്റേഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടോ? ഇല്ല. ഒരു ചാപ്റ്റർ തുടങ്ങിയായിരുന്നു. ഏതാണത്? ഗുഡ് മാനേഴ്സ് എന്ന് പറഞ്ഞ മൈൽഡ് റോസ് മാം. അപ്പോ നമ്മള് ഓക്കെ, അപ്പോ പാർട്ട് 2 എല്ലാ ചാപ്റ്റേഴ്സും കംപ്ലീറ്റ് ആയോ? ഏതെങ്കിലും പെൻഡിങ് ആയിട്ടുള്ളതുണ്ടോ? ഉണ്ട് മാം. സൈക്കോളജിയുടെ ഒരു 2 ചാപ്റ്റർ എടുക്കാനുണ്ട്. സൈക്കോളജി ആൻഡ് എഡ്യൂക്കേഷൻ സൈക്കോളജി മാത്രം എടുക്കാനുള്ളൂ അല്ലെ? യെസ് മാം. ബാക്കിയെല്ലാം കംപ്ലീറ്റ് ആയല്ലേ? യെസ്. ദെൻ നമ്മള് ഇനി എടുക്കാൻ പോകുന്ന ചാപ്റ്റർ ഏതായിരുന്നു ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ലാസ്റ്റ് ക്ലാസ്സിൽ? ഇല്ല, ഒന്നും പറഞ്ഞിട്ടുണ്ടായില്ല അല്ലെ? ഞാൻ പീരിയഡ്സ് നോക്കട്ടെ. ഓക്കെ, നമ്മളിത് മൂവാവുന്ന ചാപ്റ്ററിന്റെ പേര് യൂണിറ്റ് 1 പാർട്ട് 3 മോണ്ടിസോറി മെത്തേഡ് ഓഫ് ടീച്ചിങ്ങിലെ ഫസ്റ്റ് യൂണിറ്റ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. യൂണിറ്റിന്റെ പേര് മരിയ മോണ്ടിസോറി എന്നാണ്. നിങ്ങൾ ഓരോരുത്തരും ഈ കോഴ്സ് അല്ലെങ്കിൽ ആദ്യമായിട്ട് ഈ മോണ്ടിസോറി മെത്തേഡ് ഓഫ് ടീച്ചിങ് അല്ലെങ്കിൽ ട്രെയിനിങ് എന്നൊക്കെ കേട്ടപ്പോൾ നിങ്ങൾ എല്ലാവരും സെർച്ച് ചെയ്തൊരു പേരായിരിക്കും അല്ലെ? എന്താണ് ഈ മോണ്ടിസോറി മെത്തേഡ്, അല്ലെങ്കിൽ ആരാണ് മരിയ മോണ്ടിസോറി? ഡോക്ടർ മരിയ മോണ്ടിസോറി ആരാണ് നിങ്ങൾക്ക് സെർച്ച് ചെയ്തിട്ടുണ്ടായിരുന്നോ? കോമൺ ആണ് അല്ലെ? എല്ലാവരും സെർച്ച് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, എന്താ നിങ്ങൾക്ക് മനസ്സിലായത് സെർച്ച് ചെയ്തപ്പോ? ഒന്നും മനസ്സിലായില്ല? കൊച്ചുകുട്ടികൾക്ക് വേണ്ടി പല വിധത്തിലുള്ള പുതിയ വിദ്യാഭ്യാസ രീതികളൊക്കെ കൊണ്ടുവന്നയാള്. ഓക്കെ, ഡോക്ടർ മരിയ മോണ്ടിസോറി ആണ് നമ്മൾ ഇന്ന് കാണുന്ന മോണ്ടിസോറി മെത്തേഡ് ഓഫ് എഡ്യൂക്കേഷന്റെ ഫൗണ്ടർ. ഷി വാസ് ആൻ ഇറ്റാലിയൻ ഫിസിഷ്യൻ ആണ്, എഡ്യൂക്കേറ്റർ ആണ്. മരിയ മോണ്ടിസോറി ആണ്. മരിയ മോണ്ടിസോറി പറഞ്ഞല്ലോ ഫിസിഷ്യൻ ആയിരുന്നു എന്ന് പറഞ്ഞു. മരിയ മോണ്ടിസോറി എന്താ ചെയ്യാ, വർക്ക് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് കുറച്ച് കുട്ടികളെ പീഡിയാട്രീഷ്യൻ ആയിരുന്നു. അപ്പൊ കുഞ്ഞു കുട്ടികളെ കുറച്ച് കുട്ടികളെ ഹാൻഡിൽ ചെയ്തിട്ട് വന്നു. എന്നുവെച്ചാൽ സാധാരണ നോർമൽ കുട്ടികളല്ല, അല്ലാതെ മെന്റലി പ്രോബ്ലംസ് ഉള്ള കുട്ടികൾ നമ്മൾ ഹാൻഡിൽ ചെയ്തിട്ട് വന്നു. അപ്പൊ അങ്ങനെ ഒരു സിറ്റുവേഷനിൽ മരിയ മോണ്ടിസോറി തന്നെ ഈ കുട്ടികളിൽ എന്ത് മാറ്റം കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവർക്ക് കുറച്ചെങ്കിലും അവർക്ക് എബിലിറ്റി ടു തിങ്ക് ഒട്ടുമില്ല. നമുക്കറിയാലോ, മെന്റലി റിട്ടൈൻഡ് ആയിട്ടുള്ള കുട്ടികൾക്ക് ഒരു കാര്യം ചിന്തിച്ച് പ്രവർത്തിക്കാനായിട്ട് പറ്റില്ല. നോർമൽ കുട്ടികളാണ് ഒരു 10 പ്രാവശ്യം ഒരു കാര്യം പറഞ്ഞുകൊടുത്ത 11ാമത്തെ പ്രാവശ്യം അവർ ചെയ്യും. പക്ഷെ എന്താ പറയാ, മെന്റലി റിട്ടൈൻഡ് ആയിട്ടുള്ള മക്കൾക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ഒരു കാര്യവും സ്വയം ചിന്തിച്ച് ചെയ്യാനുള്ള ഒരു എബിലിറ്റി ഇല്ല. സോ അതുകൊണ്ട് മരിയ മോണ്ടിസോറി എന്ത് ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് മെത്തേഡ്സുകൾ അല്ലെങ്കിൽ കുറച്ച് മെറ്റീരിയൽസ് യൂസ് ചെയ്തിട്ട് അവർ പഠിപ്പിക്കാൻ തുടങ്ങി. ഓക്കെ, മെറ്റീരിയൽസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഞാൻ കാണിച്ചു തരാം. നമ്മള് മെന്റലി റിട്ടൈൻഡ് ആയിട്ടുള്ള കുട്ടികൾക്ക്
എന്താണ് ബട്ടൺ ബട്ടൺ ഇടാൻ പോലും അറിഞ്ഞൂടാ. എന്നുവെച്ചാൽ സാധാരണ നമ്മൾ കുട്ടികളൊക്കെ സാധാരണ ഏജ് കഴിയുമ്പോൾ ബട്ടൺസ് ഒക്കെ ഇടും. പക്ഷേ ഈ കുട്ടികൾക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബട്ടൺ സ്വയമേ ബട്ടൺ പോലും ഇടാൻ അറിഞ്ഞൂടാ. സോ മരിയം മോണ്ടിസോറി എന്ത് ചെയ്തു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോ കാര്യങ്ങൾക്കും ഓരോ ആക്ടിവിറ്റീസിനും ഓരോ മെറ്റീരിയൽസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് തുടങ്ങി. അപ്പൊ മെറ്റീരിയൽസ് യൂസ് ചെയ്ത് ട്രെയിൻ ചെയ്യാൻ തുടങ്ങി. ഈ മെറ്റീരിയൽ റീറ്റെയിലിംഗ് ആയിട്ടുള്ള കുട്ടികളെ മെറ്റീരിയൽസ് യൂസ് ചെയ്ത് ട്രെയിൻ ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ആ കുട്ടികളിൽ ഒരുപാട് മാറ്റങ്ങൾ കാണാൻ പറ്റി. ഒത്തിരി കാര്യങ്ങൾ അവർക്കത് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് പറ്റി. സോ അപ്പൊ മരിയം മോണ്ടിസോറി എന്ത് വിചാരിച്ചു എന്ന് വെച്ചാല് ഇത് സാധാരണ ഇത്രയും എന്താ പറയാ മെന്റലി പ്രോബ്ലംസ് ഉള്ള കുട്ടികളിൽ ഇത്രയും എഫക്റ്റീവ് ആണെങ്കിൽ എന്തുകൊണ്ട് ഇത് നോർമൽ ആയിട്ടുള്ള കുട്ടികളിൽ എന്തോരം എഫക്റ്റീവ് ആയിരിക്കും. അങ്ങനെയാണ് മരിയം മോണ്ടിസോറി മെത്തേഡ് എന്ത് ചെയ്തത്, ഇംപ്ലിമെന്റ് ചെയ്തത്. ഡോക്ടർ മരിയം മോണ്ടിസോറി ജീവിച്ചിരുന്ന കാലഘട്ടം വളരെ ഇമ്പോർട്ടന്റ് ആണ്. ആ കാലഘട്ടം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡോക്ടർ മരിയം മോണ്ടിസോറി 2 വേൾഡ് വാറും ഫേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. വേൾഡ് വാർ 1 അത് ഫസ്റ്റ് വേൾഡ് വാറും സെക്കൻഡ് വേൾഡ് വാറും. ഫസ്റ്റ് വേൾഡ് വാർ 1914 to 1980 വരെ ആണെങ്കിൽ സെക്കൻഡ് വേൾഡ് വാർ 1939 to 45. ഈ 2 പീരീഡിലും നമുക്കറിയാലോ വാറൊക്കെ വരുമ്പോൾ ഏറ്റവും കൂടുതൽ ആരെ അഫക്ട് ചെയ്യുന്നത്, ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് ആരെയാ? കുട്ടികളെയാണ്. കുട്ടികളെയാണ്. കുട്ടികളെയും അതേപോലെ തന്നെ സ്ത്രീകളെയും അത് ഒരുപാട് ബാധിക്കുന്നുണ്ട്, ഒരുപാട് എഫക്ട് ചെയ്യുന്നുണ്ട്. അപ്പോ എന്താ പറഞ്ഞത്, അപ്പൊ ഇത് കൂടുതലായിട്ട് എഫക്ട് ചെയ്യുന്ന കുട്ടികളെയാണ്. നമുക്ക് ഒരു മുതിർന്ന ഒരു വ്യക്തിയിൽ മാറ്റം വരത്തിനേക്കാളും എത്രയോ എളുപ്പമാണ് കുട്ടികളെ ആ ഫൗണ്ടേഷൻ മുതൽ ആ ചേഞ്ചസ് കൊണ്ടുവരാണെങ്കിൽ എന്താണ് ആ കുട്ടികളിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്താനായിട്ട് പറ്റും എന്നൊരു ഒബ്സർവേഷന്റെ ബേസും കൂടി ഉണ്ടായിരുന്നു എന്തിനാ ഈ ഒരു മോണ്ടിസോറി മെത്തേഡ്. സോ ഈ മോണ്ടിസോറി മെത്തേഡ് ഇംപ്ലിമെന്റ് ചെയ്തത് കുറച്ച് ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. എന്തൊക്കെയാണ് ഒബ്സർവേഷൻ എന്തൊക്കെയാണെന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ദെൻ നമ്മൾ നോക്കേണ്ടത് മോണ്ടിസോറി മെത്തേഡ് എന്താണെന്നാണ്. സോ മരിയം മോണ്ടിസോറി കുട്ടികളിൽ എന്താണ് നോർമൽ ആയിട്ടുള്ള കുട്ടികളിൽ ഈ ഒരു മെത്തേഡ് ഇംപ്ലിമെന്റ് ചെയ്തു. മെറ്റീരിയൽസ് യൂസ് ചെയ്ത് അവർ ട്രെയിൻ ചെയ്യാനായിട്ട് തുടങ്ങി. അപ്പൊ ഒരു എന്താ പറയാ ഒട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിൽ കുട്ടികൾ ഇതിനോട് റെസ്പോൺസ് ചെയ്തു. ഇന്നത്തെ ഇന്റലക്ച്വൽ പവർ അല്ലെങ്കിൽ IQ കൂടുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഒബ്സർവ് ചെയ്യാനായിട്ട് പറ്റും. സോ അങ്ങനെ ഓരോ കാര്യങ്ങളും മരിയം മോണ്ടിസോറി ഇൻട്രൊഡ്യൂസ് ചെയ്തു. നമ്മള് ഇന്ന് കാണുന്ന മെറ്റീരിയൽസ് ഒരുപാട് അപ്ഡേറ്റഡ് ആയിട്ടുള്ള മെറ്റീരിയൽസ് ആണ്. ആദ്യത്തെ മെറ്റീരിയൽസിനെല്ലാം ബേസ് ഉണ്ട് എന്ന ഒരുപാട് അപ്ഡേഷൻ സംഭവിച്ചിട്ടുണ്ട്. ഓക്കെ, നമ്മള് എന്തൊക്കെ മെറ്റീരിയൽസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് നിങ്ങള്? ഞാൻ ഉദ്ദേശിച്ചത് നമ്മള് ടീച്ചിങ് എയ്ഡ് ആയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ ചോദിക്കാം അതൊക്കെ ചെയ്തിട്ടുണ്ടോ എന്ന് പറയണം. നമ്മള് സാൻഡ് പേപ്പർ ആൽഫബറ്റ്സും ന്യൂമറിക്കൽസും ചെയ്തു അല്ലേ? ഓക്കെ, അതുപോലെ ആൽഫബറ്റ് ചാർട്ടും ന്യൂമറിക്കൽ ചാർട്ടും ചെയ്തു. ഇത് രണ്ടും ചെയ്തു. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു മെറ്റീരിയൽ ആണ് ഫ്രെയിംസ് എന്ന് പറയും. മോണ്ടിസോറി മെത്തേഡിൽ യൂസ് ചെയ്യുന്ന കുറച്ച് മെറ്റീരിയൽസ് ആണ് ഫ്രെയിമുകൾ. ഓക്കെ, ഈ ഇമേജിൽ കാണുന്നത് ബട്ടൺ ഫ്രെയിം ആണ്. എന്താണ് കാണുന്നത്? ബട്ടൺ ഫ്രെയിംസ് ആണ് നിങ്ങൾ കാണുന്നത് കേട്ടോ. ഓക്കെ, നമുക്ക് കുട്ടികളിൽ ആ ബട്ടൺസ് എങ്ങനെ ഇടണം അല്ലെങ്കിൽ എങ്ങനെ ഹോൾഡ് ചെയ്യണം, അത് പ്രാക്ടിക്കൽ ലൈഫ് സ്കിൽസ് അല്ലെങ്കിൽ പ്രാക്ടിക്കൽ ഏരിയ അല്ലെങ്കിൽ അവിടെ എങ്ങനെയാണ് ലൈഫിൽ ഓരോ കാര്യങ്ങൾ എങ്ങനെ ചെയ്യുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഈ ബട്ടൺ ഫ്രെയിംസ് വന്നിരിക്കുന്നത്. അതേപോലെ ഒരുപാട് ഫ്രെയിംസ് ഉണ്ട്. അപ്പൊ നിങ്ങൾ ഏതൊക്കെ ഫ്രെയിംസ് ആണ് ചെയ്യേണ്ടതെന്നുള്ളത് പറഞ്ഞുതരാം കേട്ടോ. നിങ്ങൾ ഓരോരുത്തരും പ്രിപ്പയർ ചെയ്യണം. എല്ലാ കുട്ടികളും ചെയ്യാറുണ്ട്. അപ്പോ ബട്ടൺ ഫ്രെയിം ഉണ്ട്, അതേപോലെ തന്നെ സ്റ്റിക്ക് ഫ്രെയിം ഉണ്ട്, ദെൻ ബക്കിൾ ഫ്രെയിം ഉണ്ട്. ഓരോന്ന് കാണിച്ചു തരാം കേട്ടോ. നിങ്ങൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ ഇത് വുഡൻ പീസ് ആണ്. മേ ബി എല്ലാവർക്കും വുഡൻ അവൈലബിൾ അല്ലെങ്കിൽ നമ്മുടെ അടുത്ത് ഏതാണോ അവൈലബിൾ ആയിട്ടുള്ള മെറ്റീരിയൽ അത് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് തന്നെ നമുക്കിത് ബട്ടൺ ഫ്രെയിം പ്രിപ്പയർ ചെയ്യാൻ പറ്റും. ആർക്കൊക്കെ അറിയാം സ്റ്റിച്ചിങ്? ഓക്കെ, അപ്പോ ഈ ഒരു ഫ്രെയിം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ? ബട്ടൺ ഫ്രെയിം ഞാൻ ഓരോന്നിന്റെ ലിസ്റ്റ് ഇടാം, ഏതൊക്കെ ഫ്രെയിമാ വേണ്ടതെന്ന് ഇടാം. അപ്പൊ ബട്ടൺ ഫ്രെയിം എന്താന്ന് മനസ്സിലായി എന്നുവെച്ചാല് 2 സൈഡ് നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ട് ഇങ്ങനെ ഹോൾഡ് ചെയ്യുന്ന രീതിയിൽ ബട്ടൺ ഫ്രെയിം പ്രിപ്പയർ ചെയ്യാം. ഫസ്റ്റ് എന്താണ് ബട്ടൺ ഫ്രെയിം ആണ് കേട്ടോ, നോർമൽ ബട്ടൺ ഫ്രെയിം ആണ്.
സെക്കൻഡ് ആണ്. സെക്കൻഡ് പ്രസ് ബട്ടൺ ഫ്രെയിം. പ്രസ് ബട്ടൺ കണ്ടിട്ടുണ്ടോ? കുഞ്ഞു കുട്ടികളുടെ ഡ്രസ്സിലൊക്കെ ഇപ്പൊ വരുന്നത് പ്രസ് ബട്ടൺ ഫ്രെയിം ആണ്, ബട്ടൺസ് ആണ്. ഇത് കേട്ടോ. പ്രസ് ബട്ടൺ കണ്ടിട്ടുണ്ടോ? ഓക്കെ, അത് സെക്കൻഡ് ചെയ്യുന്നത് പ്രസ് ബട്ടൺ ഫ്രെയിം ആണ്. ഓക്കെ, ഇനി അടുത്തത് സിബ് ഫ്രെയിം കണ്ടിട്ടുണ്ടോ? സിബ് ഫ്രെയിം, ഇതാണ് സിബ് ഫ്രെയിം. സിബ് ആയിരിക്കും ആ കുട്ടി ചെയ്യുന്ന ഒരു ആക്ടിവിറ്റി നോക്കി സിബ് ഇടാനും അത് എടുക്കാനും പറ്റുന്ന രീതിയിൽ സിബ് ഫ്രെയിം ആണിത്. വേറെ നോക്കുന്നത് സിബ് ഫ്രെയിം ആ യെല്ലോ കളറിൽ കാണുന്നതാണ് സിബ് ഫ്രെയിം കേട്ടോ. മാം ഇതില് ആ മരത്തിന്റെ ഫ്രെയിം ഒന്ന് ഉണ്ടാക്കിയാൽ മതിയില്ലേ? ബാക്കി അത് മതി, നമുക്കത് അഡ്ജസ്റ്റബിൾ ആയിട്ട് കിട്ടുമല്ലോ. അത് ഇവിടെ ഇൻസ്റ്റിറ്റ്യൂട്ടിലുള്ള ഒരു ബട്ടൺ ഫ്രെയിം ഞാൻ വേണമെങ്കിൽ കാണിച്ചു തരാം. അത് നമുക്ക് മാറ്റി ഓരോ മെറ്റീരിയൽസ് ആഡ് ചെയ്യാനായിട്ട് പറ്റും. ഫ്രെയിം വാങ്ങുന്നതിന് നല്ലത് നിങ്ങൾക്ക് തന്നെ ക്രിയേറ്റ് ചെയ്തെടുക്കുന്നതാണ്. ചില കുട്ടികൾ സ്റ്റിച്ച് ചെയ്ത് ചെയ്യും നല്ല ഭംഗിയിൽ, അതേപോലെ ചിലവര് തുന്നിയിട്ട് ചെയ്യും. നമുക്ക് നമ്മുടെ അടുത്ത് അവൈലബിൾ ആയിട്ടുള്ള മെറ്റീരിയൽസ് യൂസ് ചെയ്ത് ഫ്രെയിം ക്രിയേറ്റ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത് കേട്ടോ. എനിക്ക് ബാങ്കിനോട് അത്ര താല്പര്യമില്ല കേട്ടോ. ഓക്കെ, നമ്മൾ എന്തൊക്കെ പറഞ്ഞു? ബട്ടൺ ഫ്രെയിം പറഞ്ഞു, പ്രസ് ബട്ടൺ ഫ്രെയിം പറഞ്ഞു, സിബ് ഫ്രെയിം പറഞ്ഞു, ദെൻ ബെൽറ്റ് ഫ്രെയിം നോക്കാം കേട്ടോ. നാലാമത്താണ് ബെൽറ്റ് ഫ്രെയിം. ഞാനത് ഇമേജ് കാണിച്ചു തരാം. ഓക്കെ, ബെൽറ്റ് ഫ്രെയിമിന്റെ ഇമേജ് കാണിച്ചു തരാം. നോക്കി, ഇതാണ് ബെൽറ്റ് ഫ്രെയിം കേട്ടോ. ഇത് ബെൽറ്റ് ബക്കിളാണ്, ഇതെല്ലാം കേട്ടോ. നമ്മൾ ഈ ബെൽറ്റ് ഫ്രെയിം ക്രിയേറ്റ് ചെയ്യുമ്പോൾ പഴയ ബെൽറ്റ്, ഇപ്പൊ ഇവര് 3 ബെൽറ്റ് കാണിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പഴയ ബെൽറ്റ് ഉണ്ടാവില്ലേ, കംപ്ലൈന്റ് ഒക്കെ ആയിട്ടുള്ള ബെൽറ്റ് അല്ലെങ്കിൽ പൊട്ടിപ്പോയിട്ടുള്ള ബെൽറ്റ്, അത് കട്ട് ചെയ്തിട്ട് നമുക്ക് ഫ്രെയിമിലേക്ക് അത് അറ്റാച്ച് ചെയ്താൽ മതി കേട്ടോ. അല്ലാതെ അതിന് വേണ്ടിയിട്ട് നമ്മൾ ബെൽറ്റ് ഒന്നും വാങ്ങിച്ച് കട്ടൊന്നും ചെയ്യണ്ട. അവൈലബിൾ ആയിട്ടുള്ളവർ അത് ക്രിയേറ്റ് ചെയ്യാം കേട്ടോ. ബെൽറ്റ് ഫ്രെയിം. അതേപോലെ ചില കുട്ടികൾ സ്ട്രാപ്പ് ഇല്ലേ, വാച്ചിന്റെ സ്ട്രാപ്പ്, പഴയ സ്ട്രാപ്പ്, അത് വെച്ചിട്ട് ബെൽറ്റ് ഫ്രെയിം ചെയ്യാറുണ്ട്. നിങ്ങൾക്ക് ഏതാണോ മെറ്റീരിയൽസ് അവൈലബിൾ ആയിട്ടുള്ളത് അത് യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്താൽ മതി, ബെൽറ്റ് ഫ്രെയിം ക്രിയേറ്റ് ചെയ്താൽ മതി. ദെൻ ഫിഫ്ത്ത് എന്ന് പറയുന്നത് വെൽക്രോ ആണ്. വെൽക്രോ നോക്കട്ടെ, വെൽക്രോ ഫ്രെയിം ഇമേജ് കാണിച്ചു തരാം. വെൽക്രോ ഫ്രെയിം. ഓക്കെ, ഇതാണോ വെൽക്രോ? നമ്മളിങ്ങനെ ചപ്പലിലൊക്കെ ഉള്ള ഒട്ടിക്കുന്ന വെൽക്രോ പോലത്തെ സംഭവം. ഓക്കെ, അത് മീറ്റർ കണക്കിന് ഇങ്ങനെ വാങ്ങാൻ കിട്ടുന്നു മിസ് ചെയ്ത്. അത് വാങ്ങിക്കാൻ കിട്ടും. മീറ്ററിന് എന്തോ നിസ്സാരം പൈസയുള്ളൂ. കട്ട് ചെയ്തിട്ട് നമുക്കത് ഓക്കെ ഒരു ചെറിയ ചെറിയ പീസുകളായിട്ട് വെച്ചിട്ട് വേണമെങ്കിൽ നമുക്കത് നീളത്തിൽ വെക്കാം. ഓക്കെ, അപ്പം ഇതിനെ പറയുന്ന പേരെന്താണ്? വെൽക്രോ. സ്പെല്ലിംഗ് തെറ്റാണല്ലോ ഞാൻ അടിച്ചിരിക്കുന്നത്, എന്താ മിസ്റ്റേക്ക് ആണ് കേട്ടോ. വെൽക്രോ ആണേ. ഇത് സ്റ്റിച്ച് ചെയ്യുമ്പോ ന്യൂ ബോൺ ബേബീസിന്റെ ഡ്രസ്സിന് വെച്ച് കൊടുക്കാറുണ്ട്. എന്താണ്? സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ന്യൂ ബോൺ ബേബീസിന്റെ ഡ്രസ്സിന് വെച്ച് കൊടുക്കാറുണ്ട് ഇത്, സിപ്പിന് പകരം. ഓക്കെ, അപ്പൊ അത് നോക്കാം കേട്ടോ. ഇതെന്താണ്? വെൽക്രോ. ഇപ്പൊ നമ്മൾ എത്ര ഫ്രെയിം പറഞ്ഞു? 5 ഫ്രെയിം പറഞ്ഞു. ഇനി ഹുക്ക്. ഹുക്ക്
ഫ്രെയിം ഉണ്ട് കേട്ടോ. അത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. നമ്മള് ഹുക്കാണ് വന്നിട്ട് ഫ്രെയിം. നമ്മള് കുട്ടികളുടെ ഒക്കെ ഡ്രസ്സിൽ ഉണ്ടാകുന്നതാ. നോക്കട്ടെ, ഹുക്ക് മനസ്സിലായോ? ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നുണ്ടത്. ഇതിന് പറയുന്ന പേരാണ് ഹുക്ക് ഫ്രെയിം, ഹുക്ക് ബട്ടൺ ഫ്രെയിം, ഹുക്ക് ബട്ടൺ ഫ്രെയിം. നെക്സ്റ്റ് സെവൻത് മെറ്റീരിയൽ ആണ്. സെവൻത് മെറ്റീരിയൽ ലേസ് ആണ്. ലേസ് ഫ്രെയിം കേട്ടോ. ഓക്കെ, ഇതാണ് ലേസ് ഫ്രെയിം ആണ്. അതിന്റെ ഇമേജ് കാണിച്ചു തരാം. നമ്മൾ ഷൂ ലേസ് ഇല്ലേ, ഷൂ ലേസ് എങ്ങനെയാണ് അതുപോലത്തെ ഷൂ ലേസ് ആണെങ്കിലും വരുന്നത്. അപ്പൊ ഇപ്പൊ ചില കുട്ടികൾക്ക് ഷൂ ലേസ് പോലും കിട്ടാൻ അറിയില്ലായിരിക്കും. നമ്മൾ ഈ ഒരു പ്ലാസ്റ്റിക് മെറ്റീരിയൽസ് യൂസ് ചെയ്ത് അവർ ട്രെയിൻ ചെയ്യിക്കുന്നതിലൂടെ അവർക്ക് എന്താണ്, നോർമലി അവർക്ക് മുമ്പ് ആരെങ്കിലും അമ്മ അല്ലെങ്കിൽ പാരന്റ്സോ ആരെങ്കിലും അത് ചെയ്തിരുന്നെങ്കിൽ അവർക്ക് സ്വയമേ അത് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ഇതാണ് എന്താ ലേസ് ഫ്രെയിം കേട്ടോ. ഓക്കെ, ഒരെണ്ണം കൂടി ഉണ്ട്, 8 എണ്ണം ഉണ്ട്. എട്ടാമത്തതാണ് കേട്ടോ. എട്ടാമത്തത് ബക്കിളാണ്. കേട്ടോ. കാണാൻ പറ്റുന്നുണ്ടോ? നമ്മള് ബാഗിലൊക്കെ യൂസ് ചെയ്യുന്ന ബക്കിൾസ്, ബക്കിളാണ്, ബക്കിൾ ഫ്രെയിം ആണ്. ഇത് മേ ബി പഴയ ബാഗ് ഒക്കെ ഉണ്ടെങ്കിൽ അതിൽ നിന്ന് കട്ട് ചെയ്തെടുത്താൽ മതി. അവൈലബിൾ ആണെങ്കിൽ മാത്രം ചെയ്താൽ മതി, അല്ലെങ്കിൽ നമുക്കിത് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. അപ്പൊ ഇത്രയും ഫ്രെയിംസ് ആണ് നമുക്ക് മോണ്ടിസോറിയില് ഉള്ള ബട്ടൺ ഫ്രെയിംസ്. ഓക്കെ, ഞാൻ ബട്ടൺ ഫ്രെയിംസ് ഒന്ന് ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് പറഞ്ഞുതരാം. There are 8 types of frames. By practicing these frames, child will understand many useful things and skills. ഈ ബട്ടൺസുകൾ അല്ലെങ്കിൽ ബട്ടൺ ഫ്രെയിംസുകൾ യൂസ് ചെയ്യുകയാണെങ്കിൽ കുട്ടികൾ ഒരുപാട് പ്രാക്ടിക്കൽ സ്കിൽസ് അക്യൂർ ചെയ്യും. നിങ്ങൾക്ക് തന്നെ തോന്നിയില്ലേ, അവരുടെ പ്രാക്ടിക്കൽ ലൈഫിൽ, അവരുടെ ഡേ ടു ഡേ ലൈഫിൽ ചെയ്യേണ്ട ഓരോ ആക്ടിവിറ്റീസും അവർക്ക് സ്വയമേ ചെയ്യാൻ പറ്റും. ഏതൊക്കെയായിരുന്നത്? ബട്ടൺ ഫ്രെയിം, പ്രസ് ബട്ടൺ ഫ്രെയിം, ക്ലിപ്പ് ഫ്രെയിം, ബെൽറ്റ്, വെൽക്രോ, ലേസ്, പിന്നെ മിസ്സായിട്ടുണ്ടോ, ഹുക്ക് ഫ്രെയിം, ദെൻ ലാസ്റ്റ് ബക്കിൾ ഫ്രെയിം. ഇത്രയും ഫ്രെയിമുകൾ വരുമ്പോൾ തന്നെ കുട്ടികൾക്ക് പ്രാക്ടിക്കൽ ലൈഫ് അവർക്ക് by practicing all these frames, child's fine motor skills will develop. ഇനി നമ്മൾ ഓരോ മെറ്റീരിയൽസ് അല്ലെങ്കിൽ ഓരോ ഫ്രെയിംസ് യൂസ് ചെയ്ത് അവർ ട്രെയിൻ ചെയ്യുമ്പോൾ അവർക്ക് ഫൈൻ മോട്ടോർ സ്കിൽസ് ഇംപ്രൂവ് ആവുന്നുണ്ട്. He dares how to dress up. എങ്ങനെയാണ് അവർക്ക് ക്ലിയർ ആയിട്ട് ഡ്രസ് ചെയ്യേണ്ടത്. He awareness how to lock and unlock things. എങ്ങനെയാണ് ലോക്ക് ചെയ്യുന്നത്, അൺലോക്ക് ചെയ്യുന്നത്. His concentration power increase. കുട്ടിയുടെ കോൺസെൻട്രേഷൻ പവർ കൂടും. He is doing all these activity using his fingers. അവരുടെ ഫിംഗേഴ്സ് യൂസ് ചെയ്തിട്ടാണ് അവർ ഓരോ ആക്ടിവിറ്റീസും ചെയ്യുന്നത്. That will develop the small muscles. നമ്മുടെ ഫിംഗേഴ്സിലെ ഫൈൻ മോട്ടോർ ഡെവലപ്മെന്റ് പെട്ടെന്ന് സംഭവിക്കും. ചെറിയ മസിൽസിന്റെ ഡെവലപ്മെന്റ് പെട്ടെന്ന് സംഭവിക്കും. That will develop small muscles. His confidence also build up and become independent. ഇപ്പോൾ നമ്മളിങ്ങനെ മോണ്ടിസോറിയില് ഫ്രെയിംസ് യൂസ് ചെയ്ത് അവർ ട്രെയിൻ ചെയ്യിക്കുന്നതിലൂടെ അവർക്ക് പ്രാക്ടിക്കൽ സ്കിൽസ് ഇംപ്രൂവ് ആവും. അതേപോലെ തന്നെ എന്താണ്, അവർക്ക് ഇൻഡിപെൻഡന്റ് ആവാൻ പറ്റും. സ്വയമേ തന്നെ അവർക്ക് ബട്ടൺസ് ഒക്കെ സ്വയമേ ഡ്രസ് ചെയ്ത് ഷൂ ലൈസ് ഒക്കെ കെട്ടി അവർക്ക് സ്വയമേ എന്ത് ചെയ്യാൻ പറ്റും, ഓരോ കാര്യങ്ങളൊക്കെ ഇൻഡിപെൻഡന്റ് ആയിട്ട് അവരുടെ ഡേ ടു ഡേ ലൈഫിലുള്ള ആക്ടിവിറ്റീസ് സ്വയമേ ചെയ്യാനായിട്ട് പറ്റും. സോ ഈ ഒരു
ഈ ഫ്രെയിംസുകൾ എല്ലാവരും നോട്ട് ചെയ്തിട്ടുണ്ടല്ലോ. നമുക്ക് ഇൻസ്റ്റിറ്റ്യൂട്ടിലുള്ള ഫ്രെയിംസ് നോക്കാം. ഏത് ക്ലോത്ത് ആയാലും മതിയില്ലേ? എന്താണ്? കോട്ടൺ ആയത് ക്ലോത്ത് തുണി ഏതായാലും മതി. ഏതായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. നമുക്ക് അവൈലബിൾ നാലെണ്ണം ആയിട്ടുള്ള വേണമെന്നുണ്ടോ? നാലെണ്ണം വേണം നിർബന്ധമുണ്ടോ? എന്താണ് ഏ അല്ലെ എന്താണ് ഉദ്ദേശിച്ചത്? നാലെണ്ണം വേണമെന്നുണ്ടോ എണ്ണ? അല്ലടാ, ഇപ്പൊ മാക്സിമം 7 ഫ്രെയിമുകൾ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള 6 ഫ്രെയിം നിങ്ങൾ പ്രിപ്പയർ ചെയ്യാം. അതെല്ലാം ഉദ്ദേശിച്ചേ ബക്കിളും അതിന്റെയൊക്കെ എണ്ണ ഇല്ലേ? 4 എണ്ണം വേണമെന്നൊന്നുമില്ല. ഇപ്പൊ ബക്കിൾ ഫ്രെയിം ഒരെണ്ണം കിട്ടിയുള്ളെങ്കിൽ അതിനനുസരിച്ച് ഫ്രെയിം തയ്യാറാക്കാം. ഒറ്റ ബക്കിൾ വെച്ചാൽ മതി. കാരണം അതൊക്കെ ട്രെയിൻ ചെയ്യാലോ കുട്ടികൾക്ക്. ഇതിപ്പോ ഇവര് അവൈലബിൾ ആയതുകൊണ്ടാണ് അങ്ങനെ വെച്ചിരിക്കുന്നത്. നമുക്ക് എങ്ങനെയാണോ അവൈലബിൾ, ഇപ്പൊ സ്ട്രാപ്പിന്റെ കാര്യം പറഞ്ഞില്ലേ, അല്ലെങ്കിൽ ബെൽറ്റിന്റെ കാര്യം പറഞ്ഞില്ലേ, ഒരു ബെൽറ്റ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ. സോ അത് മതി. ബെൽറ്റെങ്കിലും അവൈലബിൾ ആയിരിക്കുമല്ലോ. അപ്പൊ അത് വെച്ചിട്ട് നമ്മളത് ഫ്രെയിം ക്രിയേറ്റ് ചെയ്താൽ മതി. ഇപ്പൊ ബട്ടൺസിന്റെ കാര്യത്തില് ഒരു 4-5 എണ്ണം വെച്ച് കുഴപ്പമൊന്നുമില്ല. പ്രസ് ബട്ടണും അധികം പ്രശ്നമില്ലായിരിക്കും. പിന്നെ ഹുക്കും ഒരു 2-3 എണ്ണം വെച്ച് അധികം പൈസ ആവില്ലല്ലോ. അപ്പൊ പൈസ ആവാത്ത വെച്ചാൽ നമുക്ക് ഈസിലി അവൈലബിൾ ആയിട്ടുള്ളത് നമുക്ക് കൂടുതൽ പ്രിപ്പയർ ചെയ്യാം. അവൈലബിൾ അല്ലാത്തത് മേ ബി 1 or 2 പീസ് മതി. ഓക്കെ, ഞാൻ ഇവിടുത്തെ ഫ്രെയിമുകൾ കാണിക്കട്ടെ. 1 മിനിറ്റ്. കാണാൻ പറ്റുന്നുണ്ടോ? ഇതാണ് ബട്ടൺ ഫ്രെയിം കേട്ടോ. ഇതാണ് ബട്ടൺ ഫ്രെയിം. കോട്ടൺ ക്ലോത്ത് ആണിത്. വുഡൻ പീസ് ആണ്. നമുക്ക് ഈ വുഡൻ പീസ് ഇവിടെ കണ്ടു ജോയിന്റ്സ്. ഇവിടെ നമുക്കത് ബാക്കിലുണ്ട്. അപ്പൊ അത് നമുക്ക് മാറ്റിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇത് ഈ ഒരു ക്ലോത്ത് മാറ്റി നെക്സ്റ്റ് ഫ്രെയിം ഇടാനായിട്ട് ഓപ്ഷൻ ഉണ്ട്. സോ നമ്മള് കുട്ടികളുടെ ഫൈൻ മോട്ടോർ സ്പേസ് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഇതേപോലെ ബട്ടൺ ഫ്രെയിംസ് ഒക്കെ ട്രെയിൻ ചെയ്യിക്കുന്നത് കേട്ടോ. അതേപോലെ ഒരു പ്രാക്ടിക്കൽ ലൈഫിൽ ഭയങ്കരമായിട്ട് ഹെൽപ്ഫുൾ ആണ് ഈ ബട്ടൺ ഫ്രെയിംസ്. ഇപ്പോഴും നമ്മൾ 4ാം ക്ലാസ്സിലെ കുട്ടി പോലും ബട്ടൺസ് പ്രോപ്പർ ആയിട്ട് ഇടാണ്ട് പോണത് ചിലപ്പോൾ നിങ്ങൾ ട്രെയിനിങ്ങിനൊക്കെ പോകുമ്പോൾ കാണാൻ പറ്റും കേട്ടോ. ഓക്കെ, ഇതാണ് എന്ത് ബട്ടൺ ഫ്രെയിം കേട്ടോ. നെക്സ്റ്റ് ഫ്രെയിം ഇവിടെ ഉള്ളത് ബക്കിംഗ് ഫ്രെയിം ആണ്. ഓക്കെ, നോക്കാം. ക്യാമറ ഓൺ ചെയ്ത് വയ്ക്കുന്നത്. അപ്പൊ ഇതാണ് ബക്കിൾ ഫ്രെയിം. കണ്ടോ, ബക്കിൾ ഫ്രെയിം. നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ബക്കിൾസ് നമുക്ക് തന്നെ നമ്മളെ ഫ്രെയിമിൽ സെറ്റ് ചെയ്യാം കേട്ടോ. ഓക്കെ, ഓക്കെ ആണോ? ഇത് ബക്കിൾ ഫ്രെയിം. നമ്മൾ നേരത്തെ കണ്ടത് ബട്ടൺ ഫ്രെയിം. ദെൻ സിപ്പ് ഫ്രെയിം ഉണ്ട്. ഞാൻ ടൈം ഇല്ലാത്തതുകൊണ്ടാണ് സിപ്പ് ഫ്രെയിം ആയിട്ട് തന്നെ കാണിക്കുക കേട്ടോ. ഞാൻ ഫ്രെയിമിൽ വെക്കുന്നില്ല കേട്ടോ. ഓക്കെ, ഇതാണ് സിപ്പ് ഫ്രെയിം. ശരിക്കും പറഞ്ഞാൽ ഫ്രെയിമിൽ വെക്കണം, എന്നാൽ അനങ്ങാതെ കുട്ടികൾക്ക് അത് ഹോൾഡ് ചെയ്ത് വെക്കാൻ പറ്റുള്ളൂ. കണ്ട സിപ്പ് ആണിത്, സിപ്പ് ഫ്രെയിം ആണ് ഇത്. ഓക്കെ, ഇതെന്താണ് സിപ്പ് ഫ്രെയിം ആണ്. നെക്സ്റ്റ് നമ്മൾ എന്താ പറഞ്ഞത്, ഷൂലേസിന്റെ ഫ്രെയിം ആണ് പറഞ്ഞത് കേട്ടോ.
കാണുന്നുണ്ടോ നിങ്ങള്? ഇത് ഷൂ ലേസ് ഫ്രെയിം ആണ്. ഷൂ ലേസ് ഫ്രെയിം ആണിത്. ഓക്കെ ഓക്കെ ഞാൻ കെട്ടിക്കും. ഓക്കെ ഇത് ഷൂ ലേസ് ഫ്രെയിം. കുട്ടികൾ ട്രെയിൻ ചെയ്യിക്കുമ്പോൾ കുട്ടികൾക്ക് സ്വയമേ ഷൂ ലേസ് ഇട്ട് കെട്ടാനായിട്ട് പറ്റും. ഇവിടെ ഉള്ള ഫ്രെയിം വെൽക്രോ ആണ്. ഓക്കെ കണ്ടോ? ഇതിപ്പോ ഒരു പീസ് ഇങ്ങനെ ഒരു സെറ്റ് ദെൻ നെക്സ്റ്റ്. ഓക്കെ സെറ്റ് ആയിട്ടാണ് അവർ ചെയ്തിരിക്കുന്നത്. ഓക്കെ സെയിം ഫ്രെയിംസ് ആണ് നമുക്ക് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ. എന്നിട്ട് നിങ്ങൾ എല്ലാവരും ഫ്രെയിംസ് ഒക്കെ ചെയ്യണം കേട്ടോ. ഓക്കെ അപ്പോ നമ്മൾ ഫ്രെയിമിന്റെ ആക്ടിവിറ്റി എന്നത്തേക്ക് സബ്മിറ്റ് ചെയ്യാൻ പറ്റും? ഡേറ്റ് അതൊന്നും പറയുന്നില്ലല്ലോ. എനിക്കറിയാം ഒത്തിരി ടൈം കൺസ്യൂമിങ് ആയിട്ടുള്ള കാര്യമാണ്. മെറ്റീരിയൽസ് ചെയ്യണം, കുറച്ച് വർക്ക് കൂടുതലുണ്ട്. ഡേറ്റ് പറയുകയാണെങ്കിൽ നമുക്ക് പറഞ്ഞോ. അല്ലെങ്കിൽ ഓരോ ഫ്രെയിമോ ഈ 2 ഫ്രെയിം വീതം വീക്കിലി ചെയ്യാൻ പറ്റുമോ? എങ്ങനെയാ? ഒരു ഫ്രെയിമാണോ 2 ഫ്രെയിം വീതമാണോ വീക്കിലി? ഒരെണ്ണം മതി മാം. ഓക്കെ അപ്പോ 9th നിങ്ങൾ എല്ലാവരും ബട്ടൺ ഫ്രെയിം ചെയ്തേക്കോ. നമ്മൾ ബട്ടൺ ഫ്രെയിം ഞാൻ മറന്നു പോകൂട്ടായി. ഫ്രെയിമിന്റെ കാര്യം ഞാൻ മറന്നു. നെക്സ്റ്റ് വീക്ക് നെക്സ്റ്റ് ഫ്രെയിം അത് ഓർഡറിൽ ചെയ്തോളൂ കേട്ടോ. കേട്ടോ? അല്ലെങ്കിൽ പ്രാക്ടിക്കൽ സെഷൻ ടൈം ആകുമ്പോഴേക്കും നമ്മുടെ കയ്യിൽ മെറ്റീരിയൽസ് ഒന്നും ഉണ്ടാവില്ല. അതേപോലെ നമ്മള് ടീച്ചിങ് പ്രാക്ടീസിന് പോകൂലേ, ആ സമയത്ത് നമുക്ക് ഈ ബട്ടൺ ഫ്രെയിംസും ബ്രസ്റ്റ് ബട്ടൺ ഫ്രെയിംസും സിപ്പ് ഫ്രെയിംസും ഒക്കെ നമുക്ക് ട്രെയിനിങ്ങിന്റെ ഭാഗമായിട്ട് നമ്മൾ പോകുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കൊണ്ടുപോകാനും അവിടുത്തെ കുട്ടികളെ ട്രെയിൻ ചെയ്യിക്കാനും നമുക്ക് പറ്റും. ഓക്കെ നമ്പർ കാർഡ് ഒന്ന് കാണിച്ചോട്ടെ. ആ മിസ്സേ ഈ ക്ലോത്തിലേക്ക് ഇതൊക്കെ അറ്റാച്ച് ചെയ്യാം, പക്ഷെ ഈ മരത്തിന്റെ ഫ്രെയിം എങ്ങനെയാ മിസ് ഉണ്ടാക്കുന്നത്? മരത്തിന്റെ ഫ്രെയിം കിട്ടിയില്ലെങ്കിൽ അത് ചിലപ്പോ കടയിലില്ലേ, ക്രാഫ്റ്റിന്റെ ഒക്കെ കടയിൽ അവൈലബിൾ ആയിട്ടുണ്ടോ? അതെയാ, ഞാൻ ക്രാഫ്റ്റിന്റെ കടയിൽ നിന്ന് ഇങ്ങനെ ക്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടിട്ട് ചെറിയ പീസുകൾ കിട്ടും. ഇത്തിരി റേറ്റ് ഉള്ളതല്ല, സിമ്പിൾ ആയിട്ടുള്ള ചെറിയ പീസുകൾ കിട്ടും. അത് വെച്ചിട്ട് ചെയ്യാൻ പറ്റും നോക്കൂ. നമ്പർ കാർഡ് നമ്പർ ചാർട്ട് ചെയ്തോ നമ്മള്? മാം കാണുന്നുണ്ടോ? നമ്പർ ചാർട്ട് ചെയ്തിട്ടുണ്ടോ നമ്മള്? മാം കഴിഞ്ഞ വീക്ക് ആൽഫബറ്റ് ചാർട്ടിന്റെ കാര്യം പറഞ്ഞു. അപ്പോഴത്തേക്കും ഈ ഇത് എല്ലാരും നമ്മള് മാം ചെയ്യാൻ പറഞ്ഞില്ലായിരുന്നു എന്നുള്ള രീതിയിൽ പറഞ്ഞോണ്ടേ എല്ലാവർക്കും അത് ചെയ്യാൻ സമയം കൊടുത്തു. ആൽഫബറ്റിന്റെ കാര്യം മിസ് പിന്നീട് എന്തെങ്കിലും ചെയ്യാമെന്ന് പറഞ്ഞേ. ഓക്കെ നമ്മൾ ഈ ആക്ടിവിറ്റി കഴിഞ്ഞിട്ട് എന്നോട് പറഞ്ഞാൽ മതി. ആൽഫബറ്റ് ചാർട്ട് നമ്പർ ചാർട്ട് ചെയ്തിട്ടില്ല എന്ന് പറയണോ കേട്ടോ. ഇപ്പൊ നമ്മൾ ചെയ്യാൻ പോകുന്ന അടുത്ത ആക്ടിവിറ്റി എന്ന് വെച്ചാൽ ഫ്രെയിംസ് ആണ് കേട്ടോ. 6 ഫ്രെയിം പറഞ്ഞിട്ടുണ്ട്. 6 ആഴ്ച ഓരോ ഫ്രെയിം വീതം നിങ്ങൾ എന്ത് ചെയ്യാൻ പ്രസന്റ് ചെയ്യാം കേട്ടോ. ഓക്കെ അല്ലേ? അപ്പോ നമുക്ക് നമ്മൾ എടുത്തുകൊണ്ടിരുന്ന പോർഷനിലേക്ക് വരാം. നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ഡോക്ടർ മരിയ മോണ്ടിസോറിനെ കുറിച്ചിട്ടായിരുന്നു. മോണ്ടിസോറി മെത്തേഡ് ഇംപ്ലിമെന്റ് ചെയ്തത് ഡോക്ടർ മരിയ മോണ്ടിസോറി ആണ്. ഡോക്ടർ മരിയ മോണ്ടിസോറി ദ ഫൗണ്ടർ ഓഫ് ദ മോണ്ടിസോറി മെത്തേഡ് ഓഫ് എഡ്യൂക്കേഷൻ. അറിയുന്ന പോലെ തന്നെ മോണ്ടിസോറി മെത്തേഡ് ഓഫ് എഡ്യൂക്കേഷന്റെ ഫൗണ്ടർ ആരാണ്? ഡോക്ടർ മരിയ മോണ്ടിസോറി ആണ്. വാസ് ആൻ ഇറ്റാലിയൻ ഫിസിഷ്യൻ ആൻഡ് എഡ്യൂക്കേറ്റർ. അദ്ദേഹം ഒരു ഇറ്റാലിയൻ ഫിസിഷ്യൻ ആണ്, എഡ്യൂക്കേറ്റർ ആണ്.
1970 to 1952 കാലഘട്ടത്തിലാണ് മരിയ മോണ്ടിസോറി ജീവിച്ചിരുന്നത്. മോണ്ടിസോറി involved her educational philosophy as the result of her observation on children, how the children naturally learn. So മോണ്ടിസോറി ഡെവലപ്പ് ചെയ്ത് എഡ്യൂക്കേഷൻ ഫിലോസഫി ഡെവലപ്പ് ചെയ്തത് മോണ്ടിസോറി ഒബ്സർവേഷനിൽ നിന്നാണ്. ഓരോ കുട്ടികളും എങ്ങനെയാണ് നാച്ചുറലി ഓരോ കാര്യങ്ങൾ ലേൺ ചെയ്യുന്നത് എന്നുള്ള ഒബ്സർവേഷനിൽ നിന്നാണ് ഈ മോണ്ടിസോറി മെത്തേഡ് ഇൻവോൾവ് ചെയ്ത് വന്നത്. In the spirit of economic progress and technological advancement in world, Dr. Montessori saw that human disputes and suffering instead of peace and harmony continuously plague the modern world. അപ്പോൾ മരിയ മോണ്ടിസോറി നമ്മൾ ഈ ടെക്നോളജിക്കൽ പ്രോഗ്രസ്സും എക്കണോമിക് പ്രോഗ്രസ്സും ഒക്കെ കാണുന്നതിനൊപ്പം തന്നെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞ വേൾഡ് വാർ അല്ലെങ്കിൽ വാർ എന്നൊക്കെ പറയുന്നത് ശരിക്കും എന്താ പറയാ രാജ്യത്തെ ജനങ്ങൾ തമ്മിലുള്ള ഏറ്റുമുട്ടലൊന്നല്ല അറിയാലോ. എന്താ പറയാ ചില ശക്തികൾ തമ്മിൽ അല്ലെങ്കിൽ എന്താ പറയാ എന്താ പറയാ നമ്മളിപ്പോ ഇന്ത്യയും പാകിസ്ഥാനും കൂടി കുറച്ച് നാള് യുദ്ധം വന്നില്ലേ, ആ സമയത്ത് എന്തായിരുന്നു അവിടെ വന്നത് കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു. ചൈനയുടെ പ്രൊഡക്ട്സും അതേപോലെ തന്നെ റഷ്യയുടെ പ്രൊഡക്ട്സും തമ്മിലുള്ള കോമ്പറ്റീഷൻ ആണ് അല്ലെ. എന്താ ഫീൽ ചെയ്തോ? അങ്ങനെയല്ലായിരുന്നോ? കൂടുതലും ചൈനയായിരുന്നു പാകിസ്ഥാനൊക്കെ സപ്പോർട്ട് ചെയ്ത്. ചൈന അമേരിക്ക പോലത്തെ രാജ്യങ്ങളാണ് പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്ത്. ഇന്ത്യയിലും സപ്പോർട്ട് ചെയ്യാനായിട്ട് കുറച്ച് രാജ്യങ്ങൾ ഉണ്ടായിരുന്നു. എന്നാലും അവിടെ നമ്മളിപ്പോ കാണുന്നത് ഒരു വാറ് അല്ലെങ്കിൽ ഇന്ന് കാണുന്നത് വാറ്, പ്രശ്നങ്ങൾ, കോൺഫ്ലിക്റ്റുകൾ, ഡിസ്പ്യൂട്ടുകൾ ഇന്ന് ഒരുപാട് ആൾക്കാർ എന്ത് ചെയ്യുന്നുണ്ട്, സഫർ ചെയ്യുന്നുണ്ട്. സാധാരണ കോമൺ ആയിട്ടുള്ള സാധാരണക്കാര് ഒരുപാട് പേര് എന്ത് ചെയ്യുന്നുണ്ട്, സഫർ ചെയ്യുന്നുണ്ട്. ഈ പ്രശ്നങ്ങൾ ഒന്നും അറിയാത്ത പാവപ്പെട്ട ജനങ്ങളെയാണ് എന്ത് ചെയ്യുന്നത്, കൂടുതലായിട്ട് അഫക്ട് ചെയ്യുന്നത്. She believed that the two world wars which she have lived through, the existing social problems like cruelty, oppression and poverty, and their roots is the lack of self-fulfillment of man. അപ്പോ മോണ്ടിസോറി ജീവിച്ചു വന്ന കാലഘട്ടം വളരെ ഇമ്പോർട്ടന്റ് ആണ്. 2 വേൾഡ് വാറും ഫേസ് ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു മരിയ മോണ്ടിസോറി. സോ അപ്പോ ആ സമയത്ത് ഉണ്ടായിരുന്ന സോഷ്യൽ പ്രോബ്ലംസ് ക്രൂവലായിരുന്നു. കുട്ടികൾക്കും അതേപോലെ തന്നെ സ്ത്രീകൾക്കും നേരെയുള്ള അതിക്രമങ്ങള്, അതേപോലെ ഒരുപാട് ആൾക്കാർ പോവർട്ടി, ഭയങ്കര ദാരിദ്ര്യത്തിലേക്കൊക്കെ പോയി. എന്നുവെച്ചാൽ ഇതെല്ലാത്തിനും കാരണം മനുഷ്യർക്ക് ഒരു സെൽഫ് ഫുൾഫിൽമെന്റ് അച്ചീവ് ചെയ്യാത്തത് കൊണ്ടാണ് ഈ ഒരു പ്രശ്നത്തിലേക്ക് വന്നത്. ശരിക്കും അമ്മ മരിയ മോണ്ടിസോറി ഒബ്സർവ് ചെയ്തു എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് വേൾഡ് ഇങ്ങനെ പ്രശ്നങ്ങൾ ഇനി ഭാവിയിൽ വരാതിരിക്കാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നൊരു ഒബ്സർവേഷൻ ഒരുപാട് ചിന്തിച്ചു. അപ്പോ മരിയ മോണ്ടിസോറി വിചാരിച്ചു മുതിർന്നവരിൽ ചെയ്തിട്ട് നമ്മളിപ്പോ ഒരു വ്യക്തി ഭയങ്കരമായിട്ട് വളർന്നു വലുതായി ആ വ്യക്തിയിൽ മാറ്റം വരുത്താൻ ശ്രമിച്ചു കഴിഞ്ഞാല് നടക്കുന്ന കാര്യമല്ല അല്ലെ. നമ്മളിലൊക്കെ ചെറിയ മാറ്റങ്ങൾ വരുത്താൻ ശ്രമിച്ചു കഴിഞ്ഞാൽ പെട്ടെന്നത് പോസിബിൾ അല്ല. പക്ഷേ പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമുണ്ട്. എന്താണ്? കുട്ടികളിൽ ചേഞ്ചസ് വരുത്താം. കുട്ടികളിൽ ഈ ഒരു ക്വാളിറ്റീസ്, പീസ്, ഹാർമണി, ഷെയറിങ്, ലവിങ്, അങ്ങനത്തെ നല്ല ക്വാളിറ്റീസ് കുട്ടികളിൽ തന്നെ ഡെവലപ്പ് ചെയ്തെടുക്കുകയാണെങ്കിൽ അത് മുതിർന്നു കഴിയുമ്പോൾ അവർ എങ്ങേഴ്സ് ആവുമ്പോൾ അവർ ഈ ഒരു ക്വാളിറ്റീസിലുള്ള നല്ല ഹ്യൂമൻ ബീങ്സ് ആയിരിക്കും. നമ്മുടെ സൊസൈറ്റിക്കും നമ്മുടെ രാജ്യത്തിനും വേണ്ട നല്ല എന്താ പറയാ നല്ല ഹ്യൂമൻ ബീങ്സ് ആയിട്ട് നമുക്ക് വളർത്തിയെടുക്കാം എന്നൊരു അസംഷനിലേക്ക് വന്നു. Through educating the young, she recommended that a new generation fulfilled a well-balanced adult would arise to lead the world towards the peace. മോണ്ടിസോറി ബിലീവ് ചെയ്തത് ഇനി വേണ്ടത് ഇപ്പോഴത്തെ ആൾക്കാർക്കായിരുന്നു നമുക്കൊന്നും പറയാൻ പറ്റില്ല, അവര് ആ ഒരു വേൾഡിലേക്ക് പോയി. പക്ഷെ ഇനി വേണ്ടത് നമുക്ക് വെൽ ബാലൻസ്ഡ് ആയിട്ടുള്ള അഡൽട്ട് ആണ്. പുതിയൊരു നല്ല ന്യൂ ജനറേഷൻ ഓഫ് ഫുൾഫിൽമെന്റ്, അതൊരു നല്ല ക്വാളിറ്റീസ് ഉള്ള പുതിയ ജനറേഷനെ വാർത്തെടുക്കാം എന്നുള്ളൊരു എയിമോട് കൂടിയാണ് ഈ ഒരു മെത്തേഡ് ഡെവലപ്പ് ചെയ്തെടുത്തത്. സോ ഡെവലപ്മെന്റ് ഈ ഒരു മെത്തേഡ് ഡെവലപ്പ് ചെയ്യാണെങ്കിൽ ഒരുപാട് കാരണങ്ങളുണ്ട്. അതേപോലെ ഈ മെത്തേഡിലേക്ക് വന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. While she was working as a medical practitioner ആയിട്ട് വർക്ക് ചെയ്തിരുന്ന സമയത്ത് she had to manage some feeble-minded children. കുറച്ച് എന്ന് വെച്ചാൽ mentally retained ആയിട്ടുള്ള കുട്ടികളെ ഹാൻഡിൽ ചെയ്യേണ്ടതായിട്ട് വന്നു. She found that mental breakdown is caused by dullness of sense. അവരുടെ സെൻസിനെ വരെയും അത് അഫക്ട് ചെയ്യുന്നുണ്ട്. ഒരു
കാര്യം ആ മെന്റലി റിറ്റൈൻഡ് ആയിട്ടുള്ള കുട്ടികൾക്ക് ഒരു കാര്യം സെൻസ് ചെയ്യാൻ പറ്റുന്നില്ല. ഹെൻസ് ബൈ ട്രെയിനിങ് ദർ സെൻസ് ദേ കുഡ് ബി ഹെൽപ് ടു ലേൺ ബെറ്റർ. അപ്പോൾ മരിയ മോണ്ടിസോറി ഒബ്സർവ് ചെയ്തു, അവർ സെൻസർ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ, സെൻസർ ട്രെയിൻ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് കൂടുതൽ ലേൺ ചെയ്യാനായിട്ട് പറ്റും, കുറച്ചുകൂടി ലേണിംഗ് ഈസി ആയിരിക്കും എന്നൊരു ഒബ്സർവേഷനിലേക്ക് വന്നു. Then later she designed the method for sensory training of normal children too. അപ്പോ നമ്മൾ മെന്റലി റിറ്റൈൻഡ് ആയിട്ടുള്ള കുട്ടികൾ ഈ ഒരു മെത്തേഡ് ആക്ട് ചെയ്തപ്പോൾ ഒരുപാട് മാറ്റങ്ങൾ ആ കുട്ടികളിൽ, കുഞ്ഞു കുട്ടികൾ ആ മക്കളിലും വന്നു. അപ്പൊ ആ ഒരു ഇൻസ്പിറേഷനോട് കൂടി ഈ ഒരു മെത്തേഡ് എന്തുകൊണ്ട് നോർമൽ കുട്ടികളിൽ നമുക്കത് അപ്ലൈ ചെയ്യാൻ പറ്റും, അങ്ങനെ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ അത് എങ്ങനെ അഫക്ട് ചെയ്യും എന്നൊരു ഇതിലേക്ക് വന്നു. അങ്ങനെയാണ് നമ്മൾ ഈ കാണുന്ന മോണ്ടിസോറി മെത്തേഡ് ഓഫ് എഡ്യൂക്കേഷന്റെ സ്റ്റാർട്ടിങ് എന്ന് പറയുന്നത്. Later she designed the method for sensory training of normal children too. Thus she got into the field of education and become a renowned educationalist by organizing a special method known after her name as Montessori method. അങ്ങനെയാണ് നമ്മൾ ഈ കാണുന്ന നമ്മൾക്കൊക്കെ ഏറ്റവും ഇഷ്ടമുള്ള ഒരു മെത്തേഡിലേക്ക് ഡിറൈവ് ചെയ്ത് വന്നത്. ഓക്കെ, മോണ്ടിസോറി മെത്തേഡ്. മോണ്ടിസോറി മെത്തേഡിലേക്ക് പറയുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ട്. നിങ്ങൾ ഈ ഒരു ഇപ്പൊ മുതൽ നമ്മൾ മോണ്ടിസോറി മെത്തേഡിനെ അടുത്തറിയാൻ പോവാണ്. എന്താണ് മോണ്ടിസോറി മെത്തേഡ്, എങ്ങനെയാണ് അതിന്റെ യൂസേജ്, അതെങ്ങനെയാണ് കുട്ടികളെ എഫക്ട് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങൾ വൺ ബൈ വൺ ആയിട്ട് നമ്മൾ മനസ്സിലാക്കാനായിട്ട് പോവാണ്. ഓക്കെ, while the society had often inclined on focus on adult, നിങ്ങൾക്കറിയോ എപ്പോഴും അഡൽട്ടിലാണ് സൊസൈറ്റി ഫോക്കസ് ചെയ്യുന്നത്. മുതിർന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മെച്യൂരിറ്റി വേണം, അല്ലെങ്കിൽ മുതിർന്ന് കഴിഞ്ഞാൽ നമ്മൾ ഇൻഡിപെൻഡന്റ് ആവണം എന്നൊക്കെയാണ് അഡൽട്ട് നമ്മൾ എപ്പോഴും സൊസൈറ്റി എക്സ്പെക്ട് ചെയ്യണത്. പക്ഷേ മരിയ മോണ്ടിസോറി ബിലീവ് ചെയ്തിരിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അഡൽട്ടിനേക്കാളും കൂടുതൽ, അഡൽട്ടിനെ കോൺസെൻട്രേറ്റ് ചെയ്യുന്നതിനേക്കാളും കൂടുതൽ കുട്ടികളിലാണ് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്. അങ്ങനെ ആവുമ്പോൾ കുട്ടികളിൽ നല്ല ക്വാളിറ്റീസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റും. മോണ്ടിസോറി ബിലീവ്ഡ് ദാറ്റ് ആസ് അഡൽട്ട് കം ഇൻ ടു ബിഗിൻ ഫ്രം ദ ചൈൽഡ്. നമുക്കറിയാലോ അഡൽട്ട്സ് എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, കുട്ടികളിൽ നിന്നാണ്. ത്രൂ ദ ഇയേഴ്സ് ഓഫ് ഹാർഡ് വർക്ക്, പേഷ്യൻസ്, കെയർ, സ്റ്റഡി ആൻഡ് പ്രാക്ടീസ് centered on protection of the children's rights, welfare would be the key progress in the society. So നമ്മുടെ സൊസൈറ്റിയുടെ പ്രോഗ്രസ് എന്ന് പറയുന്നത് കുട്ടികളിലാണ് മാറ്റങ്ങൾ വരുത്തേണ്ടത്. കുട്ടികളുടെ പേഷ്യൻസ്, കെയർ, സ്റ്റഡി, പ്രാക്ടീസ്, അതേപോലെ അവർക്ക് വേണ്ട പ്രൊട്ടക്ഷനും വെൽഫെയറും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്ത് കുട്ടികളെ നല്ലൊരു ഇൻഡിവിജ്വൽ ആയിട്ട് വാർത്തെടുത്താണ് വേണ്ടത്. അതാണ് നമ്മുടെ സൊസൈറ്റിയുടെ കീ പ്രോഗ്രസ് എന്ന് പറയുന്നത്. However, Montessori observed that education simply was not good enough unless the parents and teachers had the right assumption about the children. Montessori observe ചെയ്തത് എഡ്യൂക്കേഷൻ മാത്രം കൊണ്ട് പറ്റില്ല, അതേപോലെ തന്നെ നമ്മുടെ ടീച്ചേഴ്സിന്റെയും പാരന്റ്സിന്റെയും എക്സ്പെക്ടേഷൻ കൂടി എന്ത് വേണം, ഈ ഒരു കുട്ടികളിൽ ഈ ഒരു മാറ്റം കൊണ്ടുവരാനായിട്ട് വേണം. ഓക്കെ, അപ്പോ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു മോണ്ടിസോറി വേൾഡ് വാറും അതേപോലെ ഒരുപാട് പ്രശ്നങ്ങൾ, ഒരുപാട് കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തതിന്റെ ഭാഗമായിട്ട് പുള്ളിക്കാരത്തി കാര്യം എന്ത് ചെയ്തു, ഒരു കാര്യം തീരുമാനിച്ചു. അതെന്താണ്, നമ്മള് മുതിർന്നവരിൽ മാറ്റം വരുത്താൻ ശ്രമിച്ചു കഴിഞ്ഞാൽ മേ ബി ചിലപ്പോൾ നമുക്ക് പോസിബിൾ ആവില്ല. പക്ഷെ നമുക്ക് കുട്ടികളിലാണ് ആ മാറ്റം വരുത്താനെങ്കിൽ അത് എളുപ്പത്തിൽ സാധിക്കും. കാരണം ഒരു അവരുടെ ലൈഫിലൊരു ഇമ്പോർട്ടന്റ് ഇയേഴ്സ് നമ്മുടെ ഒപ്പം തന്നെയാണ്, നമ്മൾ ഓരോ ടീച്ചേഴ്സിന്റെ ഒപ്പം തന്നെ അവർ സ്പെൻഡ് ചെയ്യുന്നത്. സോ നമുക്ക് അവരിൽ ഒരുപാട് മാറ്റങ്ങൾ എന്ത് ചെയ്യാനായിട്ട് പറ്റും. അവരിലെ കെയറിങ് ഹാബിറ്റ്സ്, ഷെയറിങ് ഹാബിറ്റ്സ്, പേഷ്യൻസ്, ഒത്തിരി കാര്യങ്ങൾ നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റും എന്ന് മോണ്ടിസോറി ബിലീവ് ചെയ്തിരുന്നു. അങ്ങനെയാണ് the adult must realize that he must take the second place, venture all the aims of the mothers and teachers. If the child personality is to help to develop, as the child is weaker, the adult with his strong personality must hold himself in checking and talking his lead from child. Feel proud if he understand and follow him. Okay, നമുക്ക് മുതിർന്നവരെ മാറ്റം വരുത്താനായിട്ട് ഇത്തിരി പാടാണ് അല്ലെ. നമ്മൾ പഴഞ്ചൊല്ലുണ്ടല്ലോ മലയാളത്തില്, ഒരു പഴഞ്ചൊല്ലില്ലേ, എന്തായാലും കതിരിന് വളം വെക്കണം, അങ്ങനെ എന്തൊരു പഴഞ്ചൊല്ലി അറിയോ? ഇല്ലാല്ലേ.
എന്നുവെച്ചാൽ ചെറിയ പ്രായത്തിലേ നമ്മള് കുട്ടികളിൽ ഓരോ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് നമ്മൾ അവരെ ട്രെയിൻ ചെയ്യുകയാണെങ്കിൽ അത് അവരുടെ ഭാവിയിൽ ലൈഫ് ലോങ് അത് കണ്ടിന്യൂ ചെയ്യും. ചുട്ടയിലെ ശീലം ചുടല വരെ. കുട്ടികൾ എങ്ങനെയാണ് ചെറുപ്പത്തിലേ ട്രെയിൻഡ് ആവുന്നത്, അവർ പേഷ്യൻസും നല്ല അഡ്ജസ്റ്റഡ് ആയിട്ടുള്ള കുട്ടികളാണെങ്കിൽ, സൊസൈറ്റി ആയിട്ട് നല്ല അഡ്ജസ്റ്റഡ് ആയിട്ടുള്ള കുട്ടികളാണെങ്കിൽ അവരെ ആ ഒരു ക്യാരക്ടർ ആയിരിക്കും അവർ എന്ത് ചെയ്യുന്നത് പിന്നീട് കാണിക്കുന്നത്. ഓക്കെ. The child as the weaker, the adult with the strong personality must hold him in checking and taking his lead from the child. Feel proud if he can understand and follow him. It is important to liberate the child from his role, dependency on adult, if he is developed into truly free and independent person that forms. So, നമ്മള് എപ്പോഴും നമ്മള് കുട്ടികളെ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യിപ്പിച്ച് വളർത്താതിരിക്കുക. കുട്ടികളെ കൊണ്ട് സ്വയമേ അവർക്ക് ചെയ്യാൻ അവരുടെ ഏജിന് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ടാസ്കുകൾ, ആക്ടിവിറ്റീസ് കൊടുത്ത് അവരെ എന്താക്കാൻ നമ്മൾ ശ്രമിക്കുക, കുട്ടികളെ ഇൻഡിപെൻഡന്റ് ആക്കാനായിട്ട് ശ്രമിക്കാം. ഓരോ ആക്ടിവിറ്റീസും അവരുടെ ഏജിനനുസരിച്ചുള്ള ആക്ടിവിറ്റീസ് നമ്മൾ അവരെ കൊണ്ട് തന്നെ ട്രെയിൻ ചെയ്യുകയാണെങ്കിൽ കുട്ടികളെ നമുക്ക് കൂടുതലായിട്ട് ട്രെയിൻ ചെയ്യാനായിട്ട് പറ്റും. സോ അവർ ഒറ്റയ്ക്ക് ഓരോ കാര്യങ്ങൾ ചെയ്യാനും അവർക്ക് ആ ഒരു കോൺഫിഡൻസും കോൺസെൻട്രേഷനും കാര്യങ്ങളൊക്കെ ഇംപ്രൂവ് ചെയ്യും. ഓക്കെ. അപ്പോ ഞാൻ ഈ ഒരു പെട്ടെന്ന് ഇത്രയും പോർഷൻ വേഗം പറഞ്ഞു എന്നുള്ളൂ. നിങ്ങൾ നന്നായിട്ട് നെക്സ്റ്റ് ക്ലാസ്സിൽ റീഡ് ചെയ്യണം. എന്നിട്ട് നമുക്കൊരു കൺക്ലൂഷൻ പോലെ എല്ലാവരും ഒന്ന് പറയാം. അസൈൻമെന്റ് തരട്ടെ നിങ്ങൾക്ക്? ആരെക്കുറിച്ച് അസൈൻമെന്റ് തരാൻ പോണേ? അതെ, ഡോക്ടർ മരിയ മോണ്ടിസോറിനെ കുറിച്ചിട്ടാണ് അസൈൻമെന്റ് തരുന്നത്. നിങ്ങൾ സെർച്ച് ചെയ്യുമ്പോൾ എന്താണ് മരിയ മോണ്ടിസോറിന്റെ എഡ്യൂക്കേഷൻ, ക്വാളിഫിക്കേഷൻ, അതേപോലെ തന്നെ നമുക്ക് മാക്സിമം ഡീറ്റെയിൽസ് ഇൻക്ലൂഡ് ചെയ്യുന്ന രീതിയിൽ ഒരു സെമിനാർ പോലെ നമ്മൾ ക്ലാസ്സിൽ കണ്ടക്ട് ചെയ്യാം. ഫ്രണ്ട്സ് എല്ലാവർക്കും കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ട് അറിയാൻ വേണ്ടിയിട്ടും പിന്നെ പിക്ചേഴ്സ് ഒക്കെ ഞാൻ സപ്പോർട്ട് ചെയ്തോളാം കേട്ടോ. ഓക്കെ. അപ്പോൾ ഡോക്ടർ മരിയ മോണ്ടിസോറിനെ കുറിച്ചിട്ട് നെക്സ്റ്റ് വീക്ക് ആരൊക്കെ സെമിനാർ എടുക്കുന്നേ? 5 പേർക്ക് എടുക്കാം. ഞാൻ എടുക്കാം മാം. ഓക്കെ. സാബിറ, നിത്യ എടുക്കുന്നുണ്ടോ? ഓക്കെ മാം. നീതു? ഓക്കെ മാം. സജിത? ഓക്കെ മാം. ഓക്കെ. ഒരാളും കൂടെ എടുക്കാം. നിഹാൽ? ഞാൻ എടുക്കാം. ഓക്കെ. അപ്പൊ എല്ലാവരും എന്താ ഡോക്ടർ മരിയ മോണ്ടിസോറിനെ കുറിച്ച് നല്ല രീതിയിൽ പഠനം നടത്താം. ബാക്കി എല്ലാവരും, ഞാനടക്കം ബാക്കി എല്ലാവരും സൈലന്റ് ആയിരിക്കും. കുട്ടികൾ നോട്ട്സ് ഇപ്പൊ നമ്മളുടെ ടെസ്റ്റിൽ കൊടുത്തതിനേക്കാളും കൂടുതൽ ഡീറ്റെയിൽസ് ഈ സെമിനാറിൽ നിന്ന് നമുക്ക് കിട്ടും. ഓക്കെ. ഫുൾ ആ ദിവസത്തെ ഫുൾ ക്ലാസ് നമ്മൾ ഈ ഒരു മെത്തേഡ് അല്ലെങ്കിൽ ഈ ഒരു മരിയ മോണ്ടിസോറിനെ കുറിച്ച് അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഓരോരുത്തർക്കും ഒരു 10 മിനിറ്റ്സ് അല്ലെങ്കിൽ 10 മിനിറ്റ്സ് എങ്കിലും ഉള്ള കണ്ടന്റ് നിങ്ങൾ പ്രിപ്പയർ ചെയ്യണം കേട്ടോ. ഓക്കെ. ഇൻ ഇംഗ്ലീഷ് ആൻഡ് മലയാളം ബോത്ത് 2 ലാംഗ്വേജിൽ പറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. പിന്നെ ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള ലാംഗ്വേജ് ഇപ്പൊ ഇംഗ്ലീഷ് തന്നെ പറയാൻ നിർബന്ധമൊന്നുമില്ല. നമുക്ക് ഏതാണോ കംഫർട്ടബിൾ ആ ഒരു ലാംഗ്വേജിൽ തന്നെ പറഞ്ഞോ കേട്ടോ. ഓക്കെ. അസൈൻമെന്റ് ആയിട്ട് സബ്മിറ്റ് ചെയ്യണോ? സെമിനാർ റിപ്പോർട്ട് ചെയ്താൽ മതി കേട്ടോ. സെമിനാർ ആണല്ലോ, ബാക്കിയുള്ള കുട്ടികള് സെമിനാർ റിപ്പോർട്ട് ആയിട്ട് എഴുതണം കേട്ടോ. സെമിനാർ എടുക്കുന്നവരും എഴുതണം സെമിനാർ റിപ്പോർട്ട്. ഞാൻ ഇൻഫർമേഷൻ ഇട്ടേക്കാം ഗ്രൂപ്പിൽ കേട്ടോ. സെമിനാർ അബൌട്ട് എന്നുവെച്ചാല് അസൈൻമെന്റ് സെമിനാർ കണ്ടക്ട് ചെയ്യുന്നവർ, ക്ലാസ് എടുക്കുന്ന കുട്ടികൾ അത് ക്ലാസ് എടുക്കുകയും വേണം. എന്ത് ചെയ്യണം? സെമിനാർ റിപ്പോർട്ട് അറിയാലോ, ഇൻട്രൊഡക്ഷൻ, എങ്ങനെയാണ് കണ്ടന്റ്, കൺക്ലൂഷൻ, അങ്ങനെയല്ലേ സെമിനാർ നിങ്ങൾ കുഞ്ഞുങ്ങൾ ചെറിയ പ്രായത്തിലൊക്കെ ചെയ്തിട്ടുള്ളത്? ഇൻട്രൊഡക്ഷൻ, കണ്ടന്റ്, കൺക്ലൂഷൻ, ആ ഒരു ഡീറ്റെയിൽസ് വെച്ചിട്ട് സെമിനാർ റിപ്പോർട്ടും ബാക്കി എല്ലാവർക്കും സെമിനാർ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യാം. ഓക്കെ. മിസ് ഒരു കാര്യം ചോദിച്ചോട്ടെ, ഈ ആൽഫബറ്റ് ചാർട്ട് ഒക്കെ എപ്പോഴാ ചെയ്യേണ്ടത്? ആൽഫബറ്റ് ചാർട്ട് ഞാൻ ഈ ഫ്രെയിം കഴിഞ്ഞിട്ട് നമുക്ക് ചെയ്യാടാ. ചെയ്ത് വെച്ചോ മോൻ? മാം ഞാൻ ചെയ്തിട്ടുണ്ട്, ജസ്റ്റ് ഒന്ന് കാണിച്ചോട്ടെ. ഓക്കേടാ, ഒന്നുമില്ല, നിങ്ങൾക്ക് ചെയ്യേണ്ട ആക്ടിവിറ്റി തന്നെയാണ് കേട്ടോ. ക്യാമറ ഓൺ അല്ലേടാ? ഓക്കെ.
കാണുന്നില്ലല്ലോ. റെക്കോർഡ് ക്ലാസ് കാണുന്നവര് ഇത് നമ്മൾ സെമിനാർ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യണം. മിസ്സേ, കാണുന്നില്ല. ഈ നമ്പർ ചാർട്ടിന്റെ ഒരു മോഡൽ കാണിക്കുവോ? അതാകുമ്പോ ഞങ്ങൾക്ക് സമയമുള്ള പോലെ ചെയ്യാലോ. ഓക്കെ, 1 മിനിറ്റ് കേട്ടോ. നമ്പർ ചാർട്ട് അല്ലേ. ആൽഫബറ്റ് ചാർട്ട് ഞാൻ കാണിച്ചു തന്നോ? കാണിച്ചിരുന്നു. ഞാൻ ക്ലാസ്സിൽ കണ്ടിട്ടില്ല. ഞാനിങ്ങനെ ചെയ്തത്. കാണാട് നന്നായിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്പേഴ്സ് ചെയ്തിട്ടുണ്ട് മാം. സാൻഡ് പേപ്പറില്. സാൻഡ് പേപ്പർ നമ്പേഴ്സ് ഈ സാൻഡ് പേപ്പറില്ലേ ചെയ്തതാണ്. പിന്നെ നന്നായിട്ടുണ്ട് കേട്ടോ. സ്മോൾ ലെറ്റർ ചെയ്തത് സാൻഡ് മണ്ണ് കൊണ്ടാണ്. നന്നായിട്ടുണ്ട് കേട്ടോ. മൊത്തം ചെയ്തത്. ഓക്കെ, ഇതൊക്കെ മുമ്പ് ചെയ്തത്. നിങ്ങളിപ്പോ കാണുന്ന പിക്ചറിൽ കാണുന്നതാണ് നമ്പർ ചാർട്ട്. ഇപ്പൊ 1 എന്ന് പറയുമ്പോ OND1 ആ ഒരു നമ്പർ. ഇപ്പൊ ഇതിലിപ്പോ അനിമൽസ് ആണ്. മേ ബി ചോക്ലേറ്റ് ആണെങ്കിൽ ഒരു ചോക്ലേറ്റ്. 2 PW2 2 ഐസ്ക്രീം അല്ലെങ്കിൽ 2 ചോക്ലേറ്റ് വയ്ക്കാം. 3 എന്ന് പറയുമ്പോ ആ 3 എന്ന് പറയുന്ന നമ്പേഴ്സ് കുട്ടികൾക്ക് കൗണ്ട് ചെയ്യാൻ പറ്റണം. 1 1 2 1 2 3 അങ്ങനെ കൗണ്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ വേണം നമ്പർ ചാർട്ട് ചെയ്യാൻ. ഓക്കെ, ഓക്കെ, മനസ്സിലായോ നമ്പർ ചാർട്ട് എന്താണ്? ടൈം പോലെ നിങ്ങൾ അത് പ്രിപ്പയർ ചെയ്തോ കേട്ടോ. ഓക്കെ, സൈൻ ഔട്ട് ആരാ? ഞാനാ മിസ്സേ. പറഞ്ഞോടാ. ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് മിസ് ഡോക്ടർ മരിയ മോണ്ടിസോറിനെ കുറിച്ചിട്ടും അതുപോലെ തന്നെ ആള് നമ്മുടെ സൊസൈറ്റി എക്സ്പീരിയൻസ് ചെയ്ത് ഡെവലപ്പ് ചെയ്തെടുത്ത മോണ്ടിസോറി മെത്തേഡിനെ കുറിച്ചിട്ടും മിസ് നമുക്ക് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞു തന്നു. താങ്ക് യു മിസ്. താങ്ക് യു ഓൾ. ഓക്കെ, താങ്ക് യു ഓൾ. ഈ നമ്പർ ചാർട്ടിന്റെ എക്സാമ്പിൾ ആണ് ഈ കിടക്കുന്ന ഒരു ഇമേജ് കൂടി കേട്ടോ. ഇങ്ങനെ ചെയ്യാം. ഓക്കെ, താങ്ക് യു. താങ്ക് യു മാം.